രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം 12. രഹബെയാമിനെ രാജാവാക്കുവാൻ എല്ലാ ഇസ്രായേലും ശെഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശെഖേമിൽ ചെന്നു. നെബാത്തിന്റെ മകനായ യൊരോബെയാം മെസ്രേനിൽ അത് കേട്ടപ്പോൾ ശലോമോൻ രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് യൊരോബെയാം മെസ്രേനിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. യൊരോബെയാമും ഇസ്രായേൽ സഭയെല്ലാം വന്ന് രഹബെയാമിനോട് സംസാരിച്ചു. അങ്ങയുടെ പിതാവ് ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു. അങ്ങയുടെ പിതാവിൻ്റെ കഠിനവേലയും അദ്ദേഹം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും അങ്ങ് ഭാരം കുറച്ചു തരണം. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രഹബെയാം രാജാവ് തൻ്റെ പിതാവായ ശലോമോന്റെ ജീവകാലത്ത് അവൻ്റെ സന്നിധിയിൽ സേവിച്ചിരുന്ന വയോധികരോട് ആലോചിച്ചു. ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ വയോധികർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ചു തരണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യുവാക്കൾ അവനോട്, നിന്റെ പിതാവ് ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു. നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട്, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചമ്മട്ടി കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു. 3-ാം ദിവസം എൻ്റെ അടുക്കൽ വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യൊരോബെയാമും സകല ജനവും 3-ാം ദിവസം രഹബെയാമിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. വയോധികർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു. യുവാക്കന്മാരുടെ ആലോചന പോലെ അവരോട്, എൻ്റെ പിതാവ് ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വച്ചു. ഞാനോ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു. ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ നിരസിച്ചു. ദൈവം ശിലോന്യനായ അഹീയ മുഖാന്തരം നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? യിശ്ശായിയുടെ മകനിൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലേ, നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ. ദാവീദേ, നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യർക്കോ രഹബെയാം രാജാവിങ്കൽ നിന്ന് പിന്നെ രഹബെയാം രാജാവ് യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യർക്കോ
രഹബയാം രാജാവായി തീർന്നു. പിന്നെ രഹബയാം രാജാവ് ജോലികൾക്ക് മേൽവിചാരകനായ ദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രഹബയാം രാജാവോ വേഗത്തിൽ രഥം കയറി യെരൂശലേമിലേക്ക് ഓടിപ്പോന്നു. ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു. യൊരോബെയാം മടങ്ങി വന്നു എന്ന് ഇസ്രായേലെല്ലാം കേട്ടപ്പോൾ അവർ ആളയച്ചു അവനെ സഭയിലേക്ക് വിളിപ്പിച്ചു. അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. യഹൂദാ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവീദ് ഗൃഹത്തിൻ്റെ ഭാഗത്ത് നിന്നില്ല. രഹബയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്തു. രാജത്വം ശലോമോന്റെ മകനായ രഹബയാമിനു വീണ്ടുകൊള്ളേണ്ടതിനും അവൻ യഹൂദാഗൃഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിലും നിന്നു വീരയോദ്ധാക്കളായ 1,80,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശമര്യായ്ക്കു ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ശലോമോന്റെ മകനായ യഹൂദാ രാജാവായ രഹബയാമിനോടും യഹൂദയുടെയും ബെന്യാമീന്റെയും സകല ഗ്രഹത്തോടും ശേഷം ജനത്തോടും പറയുക, നിങ്ങൾ പുറപ്പെടരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയുമരുത്. ഓരോരുവൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എൻ്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം അരുളി ചെയ്യുന്നു. അവർ ദൈവകൽപ്പന അനുസരിച്ച് തൻ്റെ കൽപ്പനപ്രകാരം മടങ്ങിപ്പോയി. അനന്തരം യൊരോബെയാം എഫ്രയീം മലനാട്ടിൽ ശേഖേം പണിതു അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു ചെറുവേലും പെനുവേലും പണിതു. എന്നാൽ യൊരോബെയാം തൻ്റെ മനസ്സിൽ രാജത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിന് ആയിപ്പോകും. ഈ ജനം യെരൂശലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദാ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനനിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദാ രാജാവായ രഹബയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ചു, പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്റെ മെസ്സേൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിൻ്റെ മുമ്പിൽ നമസ്കരിക്കുവാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി. സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിശ്ചയിച്ചു. യഹൂദയിൽ ആചരിച്ചു വന്ന പെരുന്നാൾ പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. യാഗപീഠത്തിങ്കൽ ചെന്നു താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേഥേലിൽ നിയമിച്ചു. അവൻ സ്വമേധയായി നിശ്ചയിച്ചു. 8-ാം മാസം 15-ാം തീയതി താൻ ബേഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്നു. ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിശ്ചയിച്ചു. പീഠത്തിൻ്റെ അരികെ ചെന്ന് ധൂപം അർപ്പിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ